ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വഴുതനങ്ങ വെച്ചിട്ട് ഒരു അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോകുന്നവരെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലും മാത്രമാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്ക് വേണ്ടതിനായിട്ട് ഒരു വലിയൊരു വഴുതനങ്ങയായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ചെറുതാണെങ്കിൽ ഒരു 4 എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാനത് കഴുകി കൊടുന്നതാണ്. അതിൻ്റെ ആ സൈഡൊന്ന് കട്ട് ചെയ്തിട്ട് ഇനി നമുക്ക് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു മീഡിയം സൈസൊക്കെ ഇട്ട് കട്ട് ചെയ്യാം കേട്ടോ. ഒരുപാട് അങ്ങോട്ട് തിക്കാവട്ടെ, ഒരു മീഡിയം സൈസ്. ഇപ്പോൾ ഞാനിതപ്പോൾ അവിടെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടതനുസരിച്ച് കുറച്ച് മസാലപ്പൊടികൾ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മസാല പറ്റി വെക്കണം. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അതിനെ ഇട്ട് കൊടുക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. നമുക്ക് വേണ്ടത് ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണോളം വെള്ളം ഒരുപാട് ആവണ്ട. കാരണം ഈ മസാല നമുക്ക് ലൂസായിട്ടല്ല, ഒരു കട്ടിയിൽ തന്നെ ആകുമ്പോൾ പറ്റി പിടിച്ചിരിക്കുന്ന രീതിയിൽ വേണം കിട്ടാൻ. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടും ഇത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. വെള്ളത്തിലാണെങ്കിലും പ്രശ്നമില്ല. അപ്പോൾ ഞാൻ നല്ല പറ്റി പിടിച്ച പോലെ നമുക്ക് ഇതുമ്പോൾ തേച്ച് പിടിപ്പിക്കാൻ കേട്ടോ. ലൂസ് വെള്ളം ഒന്നും ഒലിച്ചിറങ്ങാതെ ഇതുപോലെ കട്ട് ചെയ്ത് വേണം മസാല പുരട്ടിയിട്ട് എടുക്കാൻ. വേണമെങ്കിൽ ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. ടൈമില്ലെങ്കിൽ വെക്കണമെന്നില്ല, അല്ലെങ്കിൽ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് ശേഷം നമുക്കിനി വേണ്ടത് ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. പാൻ ചൂടായതിനു ശേഷം വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഈ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഒരു 10 ചെറിയത് ചുവന്നുള്ളതാണെങ്കിൽ ഒരു 10 എണ്ണം, കൂടുതൽ വേണ്ട. കൂടുതലാണെങ്കിൽ ആ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് എടുക്കും. വലുതാണെങ്കിൽ ഒരു 5 എടുത്താലും മതി. ഞാൻ ചെറുതായതുകൊണ്ട് ഒരു 10 എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ആ വെളിച്ചെണ്ണയിൽ അതിൻ്റെ കളറൊന്ന് വാടുന്ന വരെ നമുക്കത് വാട്ടിയെടുക്കണം. അപ്പോൾ അത് കളറൊക്കെ ചേഞ്ചായി വാടിയിട്ടുണ്ട്. ഫ്ലെയിം മീഡിയത്തിലിട്ടാൽ മതി കേട്ടോ, ഒരുപാട് ഹൈലിടണ്ട. ആ വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 7 ഉണക്കമുളകാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഉണക്കമുളക് പിന്നെ പെട്ടെന്ന് അതിനെ വറുത്ത് കിട്ടും. അത് നമുക്ക് ഉണക്കമുളക് നമ്മൾ പിടിക്കുമ്പോൾ ഇങ്ങനെ പൊട്ടുന്ന രീതിയിൽ ആണ് വറുത്ത് കിട്ടുന്നത്. അത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ആ സെയിം വെളിച്ചെണ്ണയ്ക്കാണ് നമ്മൾ മസാല പറ്റിച്ചിരുന്ന വഴുതനങ്ങയല്ലേ അത് വെച്ച് കൊടുക്കുക. അത് നമുക്കിന്ന് ഫ്രൈ ചെയ്തെടുക്കണം. സാധാരണ നമ്മൾ വഴുതനങ്ങയൊക്കെ ഫ്രൈ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ മീഡിയത്തിലിട്ട് തിരിച്ചും മറിച്ചും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഒരു സൈഡ് മറിച്ചിട്ട് അടുത്ത സൈഡ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. അത് നമുക്ക് ആ വെളിച്ചെണ്ണയിൽ നിന്ന് നമുക്ക് എടുത്ത് മാറ്റാം കേട്ടോ. ഒരുപാട് ഹൈയിൽ വെക്കേണ്ട. അപ്പോൾ അത് ആ മസാല മരുന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഒരു മീഡിയത്തിലോ ലോയിലോ ഇട്ടിട്ട് വേണം നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ. ഇപ്പോൾ ഞാൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഫ്രൈ ചെയ്ത എണ്ണയിൽ എണ്ണ കുറവാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ആ എണ്ണയിൽ തന്നെ ഒരു ചെറിയൊരു സവാള ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇത് ഒരുപാട് നമ്മൾ കറക്റ്റ് വാട്ടുന്ന പോലൊന്നും വാട്ടെടുക്കേണ്ട ആവശ്യം. അതിൻ്റെ ആ പച്ച ടേസ്റ്റ് ഒന്ന് പോകുന്ന വരെ ആ എണ്ണയിലൊന്ന് വാട്ടെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഉള്ളിതാ വാട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. ആ മസാലയൊക്കെ ആകുമ്പോൾ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ഉള്ളിയുമേ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കൊരു ബൗളാണ് വേണ്ടത്. ആ ബൗളിലേക്ക് നമ്മൾ ആദ്യം വാട്ടി വെച്ചിരിക്കുന്ന എണ്ണയിൽ വാട്ടിയിരിക്കുന്ന വെളുത്തുള്ളിയും ഉണക്കമുളകുമില്ല അത് ഇതുപോലെ കൈ വെച്ചിട്ട് ഞരടി കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ അതായിക്കോട്ടെ. കാരണം ആ മുളകൊക്കെ പൊട്ടുന്ന രീതിയിലായി ഉണ്ടാവും. അത് കൈ വെച്ച് ഞരടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് വറുത്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ. ആ വഴുതനങ്ങയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സെയിം അതുപോലെ തന്നെ കൈ വെച്ചിട്ട് നല്ല ഞരടി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ വഴുതനങ്ങ ഇതാ ഇവിടെ മിക്സ് ആയി കൊടുത്തു. അതിലേക്ക് നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന ഉള്ളിയില്ലേ ആ ഉള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇനി ആ ഉള്ളിയും വഴുതനങ്ങയും എല്ലാം കൂടിയിട്ട് ഒന്ന് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ആകണം. ഇപ്പോൾ നമ്മൾ ആദ്യമേ ഫ്രൈ ചെയ്യുമ്പോൾ വഴുതനങ്ങ ഇട്ടിട്ടുള്ളതാണ് മസാല പറ്റുന്ന സമയത്ത്. ഇനി നിങ്ങൾക്ക് എല്ലാം മിക്സ് ചെയ്തതിന് സെറ്റാക്കിയതിന് ശേഷം നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ അപ്പോൾ നുള്ളിട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ വഴുതനങ്ങ ചമ്മന്തി സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ഇതും ഒരു പപ്പടം ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട, നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഒഴിച്ച് കൊടുക്കുക. നമ്മൾ വെളിച്ചെണ്ണയാണല്ലോ എല്ലാം വാട്ടിയെടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി ഒഴിച്ച് കൊടുക്കുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒരു സ്പൂൺ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇതെല്ലാം മിക്സ് ആക്കിയതിന് ശേഷം ഇപ്പോൾ നമ്മുടെ ചമ്മന്തി സെറ്റായിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ ഒപ്പം ഈ ഒരു ചമ്മന്തി ഒരു പപ്പടം ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വഴുതന കഴിക്കാത്തവരുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ആണെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ കഴിച്ചോളും. അപ്പോൾ ഇത്ര നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.